നമസ്കാരം. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണർക്കും നിരാലംബരായവർക്കും ഒരു കൈത്താങ് എന്ന നിലയിൽ സർക്കാർ അനുവദിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കെല്ലാം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതോടെ അനർഹരായവർക്ക് കൈക്കലാക്കുന്നത് തടയേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. അനർഹർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ നടപടിയെടുക്കാൻ ധനകാര്യ വകുപ്പിന്റെ കർശന നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. അനർഹർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ 18% പിഴ സഹിതം ഈടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറക്ടർ, നഗരകാര്യ ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. അനർഹരായവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അർഹതയില്ലാത്ത വ്യക്തികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ സമൂഹത്തിലെ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്കും നിരാലംബരായവർക്കും സർക്കാർ നൽകുന്ന പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കെല്ലാം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതോടെ അനർഹരായവർ കൈക്കലാക്കുന്നത് തടയേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടുന്നു. 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഇതിൽ പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്. 373 പേരാണ് ആരോഗ്യ വകുപ്പിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ 47ഉം, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46ഉം, ഹോമിയോ വകുപ്പിൽ 41ഉം, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35ഉം, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34ഉം, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31ഉം, കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27ഉം, ഹോമിയോപ്പതിയിൽ 25 എന്നിങ്ങനെയാണ് ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതാണ് വിവരം ധനവകുപ്പിന് ലഭിച്ചത്. തുടർന്നാണ് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ ബാക്കി തട്ടിപ്പുകൾ പുറത്തായത്.